നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ EOD അനലിസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ നിഫ്റ്റി ഒരു വട്ട് പിടിച്ച മാർക്കറ്റായിരുന്നു. മാർക്കറ്റ് വട്ട് പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി കൃത്യമായി നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ നമ്മളെ 480 ഭാഗത്തിന് മുകളിൽ ഓപ്പൺ ചെയ്തു. POC സപ്പോർട്ട് എടുത്തു. POC പൊട്ടി ഒറ്റയടിക്ക് 380 വന്നു. 380 പൊട്ടി ഒറ്റയടിക്ക് 345 വന്നു. അവിടെ നേരെ 307 പൊട്ടി താഴേക്ക് ഇറങ്ങിയതിന് ശേഷം ഏകദേശം പറയുകയാണെങ്കിൽ 212 വരെ പോയി തിരിച്ച് 307 മുകളിൽ കംഫർട്ടബിളായി കയറി വീണ്ടും ഇറങ്ങി വീണ്ടും കയറി അവസാനം പറയുകയാണെങ്കിൽ 345-42 ഭാഗത്ത് ക്ലോസ് ചെയ്തു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് സപ്പോർട്ടിൻ്റെ തൊട്ട് മുകളിലാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ്, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ എന്നും പറയാം. പക്ഷേ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഇന്നലത്തെ POCയുടെ ഭാഗത്ത് നിന്ന് ആശ റിജക്റ്റ് ചെയ്തു. ഇന്ന് കൃത്യം ഓപ്പൺ ചെയ്യണമെങ്കിൽ ഏകദേശം പറഞ്ഞാൽ 52,560 ഭാഗത്ത് ഓപ്പൺ ചെയ്തു താഴേക്ക് അടിച്ച് വന്ന് നമ്മുടെ സപ്പോർട്ടായ 350 സപ്പോർട്ട് എടുത്തു. 350ക്ക് താഴെ 130 ഞാൻ സപ്പോർട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ വന്നിട്ടില്ല. എന്നിട്ട് പറഞ്ഞാൽ 350ക്ക് താഴെ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നോക്കുകയാണെങ്കിൽ ബോത്ത് ആർ നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. നിഫ്റ്റി എന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ കൃത്യമായി നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു ബ്രേക്കൗട്ട് തന്നു. ആ ബ്രേക്കൗട്ട് ഇന്ന് ഫേക്കാണ്. ആ ബ്രേക്കൗട്ട് ഫേക്കായിട്ട് മാറി. ബയേഴ്സ് സ്റ്റാൻഡ് ഔട്ട് ചെയ്തില്ല. സെല്ലിംഗ് നല്ല വൃത്തി നടന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്യാപ്ഷനിൽ പറഞ്ഞേക്കുന്നത് നിഫ്റ്റി ഫേക്ക് ബ്രേക്കൗട്ട് തന്നു എന്ന് പറഞ്ഞ് ആ ക്യാപ്ഷൻ വച്ചേക്കുന്നത്. സോ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഈസ് മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ഡേ, അല്ലെങ്കിൽ നമുക്ക് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. സിംഗിൾ പ്രിൻ്റ് ഉണ്ട്. സെല്ലിംഗ് ആയ 385 ഭാഗത്തും സെല്ലിംഗ് ഉണ്ട്. നിഫ്റ്റിയിൽ 431 ഭാഗത്തും സെല്ലിംഗ് ഉണ്ട്. നമ്മുടെ POC ഇന്ന് വന്നിരിക്കുന്നത് 24,315 ഭാഗത്താണ് വന്നിരിക്കുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞൊരു ബാലൻസ് ഏരിയയുടെ POCയുടെ ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് നാളെ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് പറയുകയാണെങ്കിൽ 380 ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഈ ഒരു 30 മിനിറ്റ് സ്കാനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 10:15 പറഞ്ഞ C പീരീഡിൽ ഈ 390 ഭാഗത്തൊരു സെല്ലിംഗ് ഇംബാലൻസ് ഒന്ന് ഹ്യൂജ് സെല്ല് കാണുന്നുണ്ട്. ഈ ഒരു കാറ്റിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ഡെൽറ്റ -14,431 കോട്ട് വന്നിട്ട് ഏകദേശം 13,951 കോട്ടറ്റ് ഹൈയിലുണ്ട്. അതായത് നല്ല സെല്ലിംഗ് നടന്നിട്ടുണ്ട്. കോട്ടറ്റ് ഹൈ അല്ല, കോട്ടറ്റ് ലോയിലാണ്. അതായത് നല്ല കിടിലൻ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. സോ ആ സെല്ലിംഗ് നടന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആശാൻ നിഫ്റ്റി കുറച്ച് വീക്കാണ്. പ്രത്യേകിച്ച് ഈ 390 മുകളിൽ പോയാൽ മാത്രമേ നിഫ്റ്റിയിൽ ഇനി ബൈനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ. ഇന്നത്തെ POC ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. 315 താഴെ നിൽക്കുകയാണെങ്കിൽ 260യും 260യുടെ താഴെ നിൽക്കുകയാണെങ്കിൽ 224 224യുടെ താഴെ 195 195യുടെ താഴെ 150 തരും. 150ക്ക് താഴെ നല്ലൊരു സെല്ലിംഗ് വരാനും അത് നല്ല രീതിയിൽ താഴോട്ട് പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ 390ക്ക് മുകളിൽ 430യും 430ക്ക് മുകളിൽ നമ്മളെ ഓപ്പണിംഗ് പ്രൈസായ 480ക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ നിഫ്റ്റിയുടെ ലെവൽ പറയാമല്ലോ. നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്ക് ക്ലോസിംഗ് ആണ്. സോ ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ 390ക്ക് മുകളിൽ മാർക്കറ്റ് പോയിട്ടില്ല എങ്കിൽ നല്ല രീതിയിൽ താഴേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാമല്ലോ. നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയായി വയ്ക്കാൻ വേണ്ടിയാണ് ഈ ലെവൽ മാർക്ക് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഈ ലെവലൊക്കെ ഒന്ന് മാർക്ക് വയ്ക്കാം. ഇപ്പോൾ നിഫ്റ്റിയിൽ ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 4,315 നമ്മുടെ POC. അത് ഞാൻ വരച്ചു. അപ്പോൾ POCയുടെ കളർ ഞാൻ കൊടുക്കുകയാണ്. മഗ്നീറ്റ കളർ ഞാൻ കൊടുത്തേക്കാം. അതിന് താഴെ അടുത്ത വരുന്നത് 24,315 താഴെ 24,260 സപ്പോർട്ട്. ഫസ്റ്റ് സപ്പോർട്ട് ഞാൻ വച്ചു. അപ്പോൾ ഈ സപ്പോർട്ട് പച്ച കളറാണ്. നമ്മളെ പച്ച കളർ ഞാൻ കൊടുത്തേക്കാം. അതിന് താഴെ 24,224 അതിന് താഴെ 24,195 150 നമുക്ക് സപ്പോർട്ട്. 24,195 24,150 24,150 പൊട്ടിയാൽ മാത്രമേ നമുക്കിനി വീണ്ടും നല്ല മുമ്പിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി മുകളിലോട്ടാണെങ്കിൽ 390 നമ്മളെ സംബന്ധിച്ച് 24,390 നമ്മളെ സംബന്ധിച്ച് സ്ട്രോങ് സെല്ലർ ചെയ്യാൻ ഞാൻ നേരത്തെ കാണിച്ച പോലെ സെല്ലറിൻ്റെ ഇംബാലൻസ് ഉള്ള ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വഹിക്കുന്നു. അതിന് മുകളിൽ 432 സെല്ലർ ഏരിയയാണ്.
അതിന് മുകളിൽ 480 എന്ന് പറഞ്ഞാൽ നമ്മുടെ 24,480 എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഒരു സെല്ലിങ് ഏരിയ ആയിട്ട് ആക്റ്റീവ് വരും. ഇപ്പം കൃത്യമായി പറയണമെങ്കിൽ 24,315 മുകളിൽ 390 ഒരു സെല്ലിങ് ഏരിയ, അതിന് മുകളിൽ 432, അതിന് മുകളിൽ 480. താഴോട്ടാണെങ്കിൽ 315 പൊട്ടുകയാണെങ്കിൽ 260 പൊട്ടുകയാണെങ്കിൽ 224 പൊട്ടുകയാണെങ്കിൽ 195, 190 പൊട്ടുകയാണെങ്കിൽ 150 സപ്പോർട്ട് വരെ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ബാങ്ക് നിഫ്റ്റിയിൽ. കാരണം ബാങ്ക് നിഫ്റ്റി ഇന്നും കൂടെ കൂട്ടിയ 11ാമത്തെ ദിവസം ബാലൻസ് ആണ്, ഒരേ റേഞ്ചാണ്, ഒരു മാറ്റവും. POC 52,650 നിൽക്കുന്നു. 52,330 ചെറിയൊരു സപ്പോർട്ടാണ്. അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം 52,130, 52,130 താഴെ 51,969, അതിന് താഴെ 51,800 വരും. 51,800 പൊട്ടുകയാണെങ്കിൽ 54,615 വരെയുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. ഇനി മുകളിലോട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്താണ്, ഇപ്പം ഫസ്റ്റ് നമുക്ക് സപ്പോർട്ട് വരയ്ക്കാം ബാങ്ക് നിഫ്റ്റിയുടെ. സോ ഇന്നത്തെ POC ഞാൻ ഇപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയാണ്. സ്റ്റിൽ 52,680 POC. സോ ഞാനത് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി വയ്ക്കാം. 52,680 നമ്മളെ POC. ഈ POCക്ക് താഴെ സപ്പോർട്ട് എന്ന് പറയുന്ന രീതിയിൽ നമുക്കുള്ളത് അടുത്തെന്താണ്, നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അടുത്ത ഫസ്റ്റ് സപ്പോർട്ട് 52,330, 52,330 നമുക്ക് ഫസ്റ്റ് ഒരു മൈനസ് സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ഇന്നിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിന് താഴെ 51,130, 52,130 അത് പൊട്ടുകയാണെങ്കിൽ 51,960, 51,960. അതിന് താഴെ 51,798, അതിന് താഴെ 51,615. ഇതാണ് നമുക്ക് ഒരു സപ്പോർട്ടീവ് താഴേക്ക് വന്ന ബാങ്ക് നിഫ്റ്റിക്ക് പ്രതീക്ഷിക്കണം. ഇനി നമുക്ക് എന്ത് നോക്കാം, ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഹയർ സൈഡിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഹയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 52,390 റെസിസ്റ്റൻസാണ്. 390ക്ക് മുകളിൽ 390 നോക്കണ്ട, 487 റെസിസ്റ്റൻസാണ്. 487ന് മുകളിൽ ഈ POC ആയ 52,680 റെസിസ്റ്റൻസാണ്. 680ന് മുകളിൽ 802, 802ന് മുകളിൽ 917, അതിന് മുകളിൽ ഞാൻ പറഞ്ഞ പഴയ നമ്മൾ 53,97 അങ്ങനെ വരും. സോ ഞാൻ വരച്ചു വയ്ക്കുകയാണ്. അപ്പം നമുക്ക് വരയ്ക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല. ഫസ്റ്റ് റെസിസ്റ്റൻസ് 52,000 അത് വന്നു 487, 52,487 നമ്മളെ ഫസ്റ്റ് റെസിസ്റ്റൻസ്. ഇപ്പോൾ റെസിസ്റ്റൻസ് കളർ നിങ്ങൾക്ക് അറിയാമല്ലോ, കറുപ്പാണ്. അപ്പോൾ വരച്ചു വെച്ചു. അതിന് മുകളിൽ POC, അതിന് മുകളിൽ 802, 52,802, അതിന് മുകളിൽ 52,966, അതിന് മുകളിൽ 53,097, 53,097, അതിന് മുകളിൽ അടുത്തത് 53,250, 53,250. ഇതാണ് നമ്മളെ റെസിസ്റ്റൻസ്. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. താഴേക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. താഴേക്ക് ആണെങ്കിൽ ഫസ്റ്റ് 330, 330 താഴെ 52,130, 130 താഴെ 51,960, 960 താഴെ 51,798, അതിന് താഴെ 51,615. ഇനി മുകളിലോട്ടാണെങ്കിൽ 480, 52,487 റെസിസ്റ്റൻസ്, അതിന് മുകളിൽ 52,680, അതിന് മുകളിൽ 52,802, അതിന് മുകളിൽ 52,966, അതിന് മുകളിൽ 53,097, അതിന് മുകളിൽ 53,250 വരും. ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ കൂട്ടി 15ാമത്തെ ദിവസമാണ്. ഈ മാക്സിമം ഈ ഒരു റേഞ്ച് കണ്ടിന്യൂഷൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. HDFC ബാങ്കിൻ്റെ റിസൾട്ടിന് ശേഷവും ബഡ്ജറ്റിന് ശേഷം ആ സമയത്തായിരിക്കും മാർക്കറ്റ് ഏറ്റവും കൂടുതൽ മുന്നിൽ വരാനുള്ള ചാൻസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വേറെ എന്തെങ്കിലും ഡൗട്ടോ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നിന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.